യുദ്ധഭീതിയിലാണ് പശ്ചിമേഷ്യ. നമ്മൾ അത് സംബന്ധിയായ നേരത്തെ പ്രധാനമന്ത്രി എങ്ങനെയാണ് കരുതലോടെ നീങ്ങാൻ രാജ്യത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് എന്നുള്ളത് ദിലീപ് കുറ്റിച്ചലിനോട് സംസാരിച്ചിരുന്നു. ദിലീപ് വളരെ വിശദമായി തന്നെ അത് നൽകുകയും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഐസൻ ജോസിലേക്കാണ് പോകേണ്ടത്. പശ്ചിമേഷ്യൻ സമാധാന നീക്കങ്ങൾക്ക് തിരിച്ചടി. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇറാൻ നൽകിയ മറുപടി സ്വീകാര്യമല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ രംഗങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമുസ് തുറക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇറാന്റെ പുതിയ നിർദ്ദേശങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല എന്നാണ് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചത്. അതിനിടെ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഐസൻ ജോസിലേക്ക് പോകുന്നു. ഐസൻ, വീണ്ടും യുദ്ധഭീതി തന്നെയാണല്ലേ? രാഖി, വിനോദ്, തീർച്ചയായും ഒരു യുദ്ധഭീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അല്ലെങ്കിൽ അത്തരമൊരു ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് ഉരുണ്ടുകൂടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇറാൻ ചില സമാധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം സമാധാന നിർദ്ദേശങ്ങളൊന്നും തന്നെ സ്വീകാര്യമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് പറയുകയും ചെയ്തു. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ധാരണകളൊന്നും തന്നെ സ്വീകാര്യമല്ല. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിൽ രണ്ട് പ്രധാന ഘടകങ്ങളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ആണവ സംവിധാനങ്ങൾ സംബന്ധിച്ചാണ്. ആണവായുധം നിർമ്മിക്കരുത്, അതുപോലെ തന്നെ ഇറാനിലുള്ള ആണവായുധങ്ങൾ, ആണവ സംവിധാനങ്ങളെല്ലാം തന്നെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണം. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം, 70% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശം 450 കിലോഗ്രാമോളമുണ്ട്. അതെല്ലാം തന്നെ മറ്റൊരു രാജ്യത്തേക്ക് സുരക്ഷിതമായും മാറ്റണമെന്നൊരു ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ആണവ വിഷയം സംബന്ധിച്ചാണ് ഏറ്റവും നിർണായകമായൊരു നീക്കം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഇറാൻ ബന്ധത്തിലുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഹോർമൂസിലെ ഈ തടസ്സങ്ങൾ നീക്കണം. അതായത് ഹോർമൂസിൽ കൃത്യമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തടസ്സം ഇറാൻ നീക്കണം എന്നൊരു നിലപാടും കൃത്യമായി, അതാണ് പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ. അതിൽ ഹോർമൂസിലെ തടസ്സങ്ങൾ നീക്കാൻ തയ്യാറാണ് എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട് എങ്കിൽ കൂടി അത് സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളും കൂടുതൽ നടപടികളും നടക്കുമ്പോൾ അത് എങ്ങുമെത്താത്തൊരു രീതിയിൽ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ആണവ വിഷയങ്ങളിൽ അതിസങ്കീർണമായ നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിക്കുന്നത്. അത് മാറ്റിവെക്കണം ആണവ വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ച എന്നാണ്. ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സംഘർഷാവസ്ഥയാണ് ഈ മുന്നോട്ട് വയ്ക്കുന്ന സമാധാന നിർദ്ദേശങ്ങളെല്ലാം തന്നെ അംഗീകരിക്കാനാവില്ല, സ്വീകാര്യമല്ല എന്ന് കൃത്യമായി തൻ്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ ട്രംപ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇതൊരു മറ്റൊരു യുദ്ധഭീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇസ്രായേലും ഇക്കാര്യം വളരെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. അതായത് ഏതെങ്കിലും സാഹചര്യവശാൽ എന്തെങ്കിലും സംഘർഷമുണ്ടാവുകയാണെങ്കിൽ ആക്രമിക്കാൻ മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വളരെ കൃത്യമായി പറയുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ വീണ്ടും പശ്ചിമേഷ്യ എന്ന ആശങ്ക നിലനിൽക്കുന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റൊരു നിർണായക ഘടകം കൂടിയുള്ളത്, ചൈന സന്ദർശിക്കാനിരിക്കുകയാണ് ട്രംപ് ഈ 13-ാം തീയതി. ആ ഒരു സാഹചര്യത്തിൽ ഈ 2 ദിവസത്തിനുള്ളിൽ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഒരു പരിധിവരെ 15-ാം തീയതി വരെ ചൈനയിൽ സന്ദർശനം നടത്തുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് സന്ദർശനം നടത്തുമ്പോൾ അത്തരമൊരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നതെങ്കിലും കൃത്യമായ നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഈ സൈനിക നീക്കങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അതിസങ്കീർണമായ വിഷയങ്ങളായി മാറുകയും ഈ സ്വീകാര്യമല്ല, അതായത് ഇറാൻ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ സ്വീകാര്യമല്ല എന്ന് കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെയാണ് രാഖി നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചില നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതൊരു പരിധിവരെ പാകിസ്ഥാൻ്റെ മധ്യസ്ഥം തങ്ങൾക്ക് ഗുണകരമാകുന്നില്ല എന്നൊരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് പ്രാഥമികമായി നിരീക്ഷിക്കപ്പെടുന്നത്. അത് പ്രധാനമായും ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലാറ്റിയുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ടെലിഫോണിൽ ചർച്ചകൾ നടത്തി എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്. അത്തരമൊരു നീക്കം ഈജിപ്തുമായി ഇടപെട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് മറ്റൊരു വിഷയം, 2 വശങ്ങൾ ഇക്കാര്യത്തിനുണ്ട്. അത് ഒന്നാമത് പ്രധാനമായും ഹിസ്ബുള്ള, ലെബനൻ, അതുപോലെ തന്നെ ഇസ്രായേൽ, എല്ലാ വിഷയങ്ങളിലെല്ലാം തന്നെ ഈജിപ്ഷ്യൻ മധ്യസ്ഥം കുറെ കൂടി പ്രായോഗികമായി ഉണ്ടാകാനുള്ള സാധ്യതയും കൊണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യങ്ങളിൽ ഈ പാകിസ്ഥാനും ഈജിപ്തും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു മധ്യസ്ഥത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന് നിരീക്ഷിക്കാവുന്ന ചില സാഹചര്യങ്ങളുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ യുദ്ധഭീതിയിലേക്ക് പോകുന്നു എന്ന് തന്നെ സംശയിക്കാവുന്ന ഒരു സാഹചര്യം കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ട്രംപിൻ്റെ കടുത്ത നിലപാട്, അതായത് മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സ്വീകാര്യമല്ല എന്ന് കൃത്യമായി തന്നെ ട്രംപ് സമൂഹമാധ്യമ പോസ്റ്റിലൂടെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.